അപ്രതീക്ഷിതമായ ചില ദൈവപ്രവൃത്തികൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ നിഷേധാത്മകമായിട്ട് അതിനോട് പ്രതികരിക്കാതെ ക്രിയാത്മകമായിട്ട് അനുകൂലമായിട്ട് അതിനോട് പ്രതികരിച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. മോർണിംഗ് മന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എലീശായുടെ ജീവിതം നമുക്ക് നൽകുന്ന ആത്മീയ പാഠങ്ങൾ എന്നുള്ളൊരു ഭാഗമാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ച് തുടങ്ങിയത്. ഇന്ന് നമ്മൾ അത് തന്നെയാണ് ചിന്തിക്കുന്നത്. ഏലിയാവ് എലീശായെ കണ്ടെത്തുന്നൊരു സന്ദർഭം. 1 രാജാക്കന്മാർ 19:21 അവനെ വിട്ട് ചെന്ന് ഒരു ഏർ കാളയെ പിടിച്ച് അറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്ത് ജനത്തിനു കൊടുത്തു. അവർ തിന്നു. പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിൻ്റെ പിന്നാലെ ചെന്നവന് ശുശ്രൂഷകനായിത്തീർന്നു. ഹല്ലേലൂയ. എലീശായുടെ ഒരു തുടക്കമാണ് നമ്മളിവിടെ കാണുന്നത്. എല്ലാവരുടെ തുടക്കം സീറോയിൽ നിന്നാണ്. ദൈവം ഉപയോഗിച്ചിട്ടുള്ള എല്ലാവരുടെയും തുടക്കം സീറോയിൽ നിന്നാണ്. സീറോയിൽ നിന്ന് തുടങ്ങിയാലേ നമ്മൾ അഹങ്കരിക്കാതിരിക്കത്തുള്ളൂ. സീറോയിൽ നിന്ന് തുടങ്ങിയാലേ നമ്മൾ നിഗളിക്കാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നിഗളിക്കും. ദൈവം ഉയർത്തുമ്പോൾ നമ്മൾ അഹങ്കരിക്കും. ചില ഉയർച്ചകളൊക്കെ ദൈവം തരുമ്പോൾ ദൈവവൈദ്യരെ ദൈവം നടത്തിയ വഴികൾ മറക്കരുത്. ദൈവം കൊണ്ടുവന്ന പാതകൾ തിരിഞ്ഞൊന്ന് ചിന്തിക്കണം. അറിയാതെ കരഞ്ഞു പോകും, അറിയാതെ താഴ്മപ്പെടും. കാരണം ഒരു യോഗ്യതയും പറയാനില്ലാത്ത നമ്മളെ സ്വർഗം തിരഞ്ഞെടുത്ത് തൻ്റെ പ്രവൃത്തിക്കായിട്ട് നിയോഗിച്ചത് നമ്മുടെ പുണ്യപ്രവൃത്തികളോ നമ്മുടെ കഴിവോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. ഇവിടെ നോക്കിയേ, എലീശായ്ക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ആ പുതപ്പ് വീണപ്പോൾ ബോധ്യപ്പെട്ട കാര്യം വേറൊന്നുമല്ല, എന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞാൻ ഈ കാളയെ പൂട്ടി ഉഴുതുകൊണ്ടിരിക്കേണ്ടവനൊന്നുമല്ല. അത് നിമിത്തം ചില ഭൗതിക നന്മകളൊക്കെ കിട്ടിയെന്നിരിക്കും. പക്ഷേ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ആത്യന്തികമായ പദ്ധതിയുണ്ട്. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്ക് ആ ബോധ്യമുണ്ടോ? നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വന്നില്ലെങ്കിൽ 2 കാര്യം സംഭവിക്കും. 1, നമ്മൾ അസ്വസ്ഥപ്പെടും. 2, നമ്മളിലൂടെ നടക്കപ്പെടേണ്ട ദൈവപ്രവൃത്തികൾ അവിടെ നടക്കാതെ ഇരുന്ന് വാഗ്ദത്തങ്ങൾ പെൻഡിങ്ങിലായി. ഒത്തിരി പേരും വാഗ്ദത്തങ്ങൾ കേട്ടവരാ, ദൈവത്തിൻ്റെ പ്രോമിസുകൾ വ്യക്തിപരമായി കേട്ടവരെന്നെ കേൾക്കുന്നു. എൻ്റെ ജീവിതത്തിൽ നടക്കാത്തതെന്ന് ചോദിച്ചാൽ നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ചില സമർപ്പണങ്ങളും നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന പോലുള്ള ചില ദൈവികമായിട്ടുള്ള ചില ക്രമീകരണങ്ങൾ വരാത്തത് കൊണ്ടാണ് അതവിടെ പെൻഡിങ്ങിൽ നിൽക്കുന്നത്, അതവിടെ ചലിക്കാതെ നിൽക്കുന്നത്. ഈ സന്ദേശം കേൾക്കുന്ന നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ജീസസ് എലീശായെ പോലെ നോക്കിയേ, അവൻ എന്താ അവിടെ ചെയ്തേ? പുതപ്പ് വീണ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് അനുവാദം മേടിക്കുക. എന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് അനുവാദം മേടിച്ച് തിരിച്ചു വന്ന് ആ 12 ഏർ കാളയെ, താൻ പൂട്ടി ഉഴുകൊണ്ടിരുന്ന കാളയെ പിടിച്ച് ഖണ്ഡമായിട്ട് എന്നെ നുറുക്കി എൻ്റെ മാംസം പാകം ചെയ്തിട്ട് അവിടെ കൂടിയിരുന്ന ജനത്തിന് കൊടുത്തിട്ട് ഏലിയാവിൻ്റെ പുറകെ ശുശ്രൂഷകനായിട്ട് യാത്ര തിരിക്കുന്ന എലീശ. ദേശത്തെ സ്വാധീനിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പട്ടണങ്ങളെ വിടുവിച്ചെടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് പദ്ധതിയുണ്ടോ? ഒരു ശുശ്രൂഷാ മനോഭാവം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം, എലീശായെ പോലെ. ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ കാണുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷിപ്പാനാ വന്നത്. ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി ജീവനെ മറുവിലയായിട്ട് കൊടുപ്പാനുമാണ്. എപ്പോഴും നമുക്ക് ആ ബോധ്യം ഉണ്ടായിരിക്കണം കേട്ടോ. ആ കർത്താവിൻ്റെ മക്കളാണ് നമ്മൾ. വലിയ ഹെഡ് വെയിറ്റ് ഒന്നും എടുത്തുകൊണ്ട് നമ്മൾ നടക്കരുത്. താഴ്മപ്പെടുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകണം. ദൈവം തന്ന കൃപയല്ലാതെ വേറൊന്നും നമുക്ക് പറയാനുണ്ടോ? ഇല്ല. എപ്പോഴും ഒരു താഴ്മയുള്ളൊരു ഹൃദയം ദൈവത്തോട് ചോദിക്കണം. കഠിനപ്പെട്ടിരിക്കുന്ന മനസ്സാണെങ്കിൽ അപ്പച്ചനോട് പറ, അപ്പാ ഈ കാഠിന്യമേറിയ അനുഭവത്തെ ഒന്ന് മാറ്റണേ അപ്പാ, എനിക്ക് ഹൃദയകാഠിന്യം വേണ്ട, താഴ്മയുള്ളൊരു ഹൃദയം മതി കർത്താവേ. കാരണം താഴ്മയുള്ള ഹൃദയത്തിന് അങ്ങ് മനസ്താപമുള്ള മനസ്സിന് അങ്ങ് ചൈതന്യം വരുത്തുന്നത്. താഴ്മയ്ക്കുള്ള പ്രതിഫലമാണ് ധനം, മാനം, ജീവൻ. താഴ്മ
ദൈവിക താഴ്മ നമുക്ക് ഏറ്റെടുക്കാം. എലീശായ്ക്ക് അതിന് കഴിഞ്ഞു. കാരണം കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു വിധേയത്വം അതിനകത്തുണ്ട്, അനുസരണം അതിനകത്തുണ്ട്. ഹല്ലേലൂയ. മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണുന്ന കാര്യം അതിനകത്തുണ്ട്. അങ്ങനെ എണ്ണി എലീശ പതുക്കെ 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 മറ്റ് പ്രവാചക ശിഷ്യന്മാരെ കാട്ടിൽ ഒരു പടി കൂടെ മുന്നിലേക്ക് കയറാനിടയായിത്തീർന്നു. അതേ പ്രിയരെ, നമ്മളെ ദൈവം വിളിച്ച ഒരു സാധാരണ വിളിയല്ല. ഒരു പടിയും കൂടെ മുന്നിലേക്ക് കയറാൻ, ഒരു പടിയും കൂടെ മുന്നിലേക്ക് കയറാൻ സർവ്വകൃപാലുവായ ദൈവം നമ്മളെ സഹായിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, ഞങ്ങളോട് ഇടപെട്ട ഈ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ജീവൻ വ്യാപരിക്കും, സൗഖ്യം വ്യാപരിക്കും, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.